ഇന്ന് റവ ലഡു ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കപ്പ് അനുസരിച്ചിട്ട് നമ്മളൊരു 2 കപ്സ് റവ എടുത്തു. പിന്നെ ഒരു തേങ്ങ ഇങ്ങനെ ചിരവിത്തിയിട്ട് അതേ കപ്പിലോ ഒരു കപ്പ് മെജർ എടുക്കണം. പിന്നെ ഷുഗർ 1.5 കപ്പ് എടുക്കണം. പിന്നെ നമുക്ക് എത്ര വേണോ അത്ര കാഷ്യൂ നട്ട് എടുക്കണം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 2 സ്പൂൺസ് ഗീ ഒഴിക്കണം. കാഷ്യൂ നട്ട് റെഡ് കളർ വരുന്നവരെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാവണം. ഈ ഒരു കളർ വരണം. ഈ കളർ വന്നിട്ട് പിന്നെ വേറെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഇതേ ഗീയിലോ കുറച്ചുകൂടെ ഗീ അതിലോനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് പിന്നെ അത് ചൂടാവണം. ഇപ്പോൾ ആ ഗീയിലേക്ക് നമ്മൾ റവ ഉണ്ടല്ലേ, ആ റവ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല ഒരു റെഡ് കളർ വരുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാവണം. സിമ്മിൽ വെച്ചിട്ട് ഉണ്ടാക്കണം. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആവും. ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ റവയിലേക്ക് നമ്മൾ തേങ്ങ ഉണ്ടല്ലേ, ചെറുവി വെട്ടുന്ന തേങ്ങ, ആ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കണം. നമ്മൾ ഷുഗർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലേ, ഇപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ തിളപ്പിക്കണം. പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫുള്ളോ വെള്ളത്തിലോ മിക്സ് ആവണം. കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തിട്ട് സൈഡിലേക്ക് വെച്ചിട്ട് അത് ചെറിയ ചെറിയ കഷ്ണം ആക്കണം. കുറച്ച് ഇലാച്ചി പൗഡർ ഒരു 3 എണ്ണം നല്ല ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് പിന്നെ ഇതിലിടണം. കാഷ്യൂ നട്ട് ഇതിലേക്ക് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കണം. സിമ്പിൾ വെക്കണം. സിമ്പിൾ വെച്ചിട്ട് എല്ലാം ചെയ്യണം. നമ്മൾ ഷുഗർ വാട്ടർ ഉണ്ടല്ലേ, ആ ഷുഗർ വാട്ടർ ഇതിലേക്ക് ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കണം. ഷുഗർ വാട്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു 1.5 കപ്പ് ഷുഗർ വെള്ളം നല്ലോണം കളിപ്പിച്ചിട്ട് ഷുഗർ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെയാവും. സിമ്പിൾ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ടുണ്ടാവണം. കളിപ്പിച്ചിട്ട് പിന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. പിന്നെ ഒരു ചെറിയ പാത്രത്തിലോ നമ്മൾ ഗീ കൂടെ നല്ല ചൂടാക്കിയിട്ട് സൈഡിലേക്ക് വെക്കണം. ഈ ചൂട് ഇതിലോനെ നമ്മൾ എന്തെങ്കിലും റെഡി ആക്കണം. തണുപ്പായിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനത്തെ സ്പൂൺ ഏത് വീട്ടിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്പൂൺ ഉണ്ടാവും. ഇങ്ങനത്തെ സ്പൂണിലാണ് നമ്മളിപ്പോൾ റെഡി ആക്കുന്നത്. നമ്മൾ കുറച്ച് ഗീ ഇതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ആക്കണം. ആക്കിയിട്ട് നല്ലോണം പ്രസ് ആക്കിയിട്ട് ഇങ്ങനെ പുറത്തോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചുട്ടി ഇവിടെ ഇങ്ങനെ വെക്കണം. അറ്റ് ലാസ്റ്റ് നമ്മൾ റവ ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഇവൾക്കാണ് കൂടുതൽ ഇഷ്ടമാണ്. അറ്റ് ലാസ്റ്റ് അവൾ നല്ലോണം കഴിക്കുന്നുണ്ട്.